സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ കാരണം ആരെങ്കിലും കണ്ണീര് പൊഴിക്കേണ്ടി വന്നാ എനിക്കതിന്റെ ശാപം കിട്ടും. കൈലാസ് സാറ് ഒരിക്കലും ഒരാളെ പറഞ്ഞു വിടുന്നതിനെ പറ്റി ചിന്തിക്കരുത്. കരുണാകരൻ സാറിനെ മാത്രല്ല, ആരെയും. ഡാഡി മറന്നുകൊണ്ട് കരുണാകരൻ സാറിനെ പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളെ അധികം കൺട്രോൾ ചെയ്യാനും എനിക്ക് കഴിയില്ല. അയാളുടെ അധികാരത്തിൽ കൈയെടുത്തുന്ന പോലെയാവും. അയാളെ എനിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത കാലത്തോളം അയാൾ ഇനിയും ഇതുപോലെ പാർവതിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് സാരില്ല സർ. സങ്കടം വരാറുണ്ട്. ആരും കാണാതെ മാറി ഇന്ന് കരയാറുമുണ്ട്. പക്ഷെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. കഷ്ടപ്പെടാതെ ശമ്പളം കിട്ടുമോ? അങ്ങനെ സ്വയം സമാധാനിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ പാർവതി എന്നെ തെറ്റിദ്ധരിക്കോ? എന്താ സർ? പാർവതിയോട് തന്നെ മമ്മി ഇതൊരിക്കൽ സൂചിപ്പിച്ചതാ. അന്ന് ഞാൻ മമ്മി എതിർക്കുകയാ ചെയ്തേ. പക്ഷെ ഇപ്പോ പാർവതി ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാനുള്ള എളുപ്പവഴി അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സർ? വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ പറ്റുമെന്ന് മമ്മി പാർവതിയോട് ചോദിച്ചിരുന്നില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. പാർവതിയുടെ മുഖം മാറിയല്ലോ. ഇതുകൊണ്ട് തന്നെയാ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ പാർവതിയോട് ചോദിച്ചത്. പാർവതിയെ ഞാൻ ഒരിക്കലും ഒരു ജോലിക്കാരിയായി എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവില്ല. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയായിട്ടാ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഡാഡി ഡിമാൻഡ് ചെയ്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട താമസേ ഉള്ളൂ. നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. പാർവതി ഒന്നും പറഞ്ഞില്ലേ? അത് കൈലാഷ് സാർ. നീ കാലത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നു. അതിനിടയിൽ എന്റെ വീട്ടിൽ പോയി അമ്മയെ സഹായിക്കുന്നു. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞതനുസരിച്ചാ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരില്ല. നീ സങ്കടപ്പെടുന്നത് കാണുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു പാർവതി. നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഒരു വഴി മാത്രമേ തൽക്കാലം എന്റെ മുന്നിലുള്ളൂ. ഞാൻ പറയുന്നത് പാർവതിക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ട് സർ. എന്റെ നല്ലതിനു വേണ്ടിയാ കൈലാഷ് സാർ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കരുണാകരൻ സാറിന്റെ ആട്ടുമടിയും കൊണ്ട് ഇവിടെ ജോലി ചെയ്ത എന്നെങ്കിലും എന്റെ തലവര ശരിയാകുന്ന സമയത്ത് എനിക്ക് ടൈലറായിട്ട് ജോലിക്കയറ്റം കിട്ടും. എന്റെ ലക്ഷ്യം തന്നെ അതാണ് സർ. ഇനി ഞാൻ പാർവതിയെ നിർബന്ധിക്കില്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ. ശരി. പാർവതി, എന്താ ഡ്രസ്സില്? ചോരക്കറിയാ സാർ. ചോരക്കറ? പാർവതിയുടെ ഡ്രസ്സിൽ എങ്ങനെ ചോരക്കറ വന്നേ? അത് സാർ. എന്താ പാർവതി? ഇത് സാറിന്റെ തന്നെ ചോരയാ. എന്റെ ചോരയോ? സാറിനെ വണ്ടി ഇടിച്ചപ്പോ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ, അപ്പ ആയതാ. ചോരക്കറ പുരണ്ട ഡ്രസ് ഇട്ടോണ്ടാണോ നടക്കുന്നേ? ഇനി ഇത് കൊടുക്കണ്ട, ഞാൻ പുതിയത് വാങ്ങിത്തരാം. അയ്യോ വേണ്ട സാർ. 2 തവണ കൂടി കഴുകിയ ഈ കറങ്ങ് പോവും. നീ ഇനി ഇത് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വാ. സാർ. വരാനല്ലേ പറഞ്ഞേ? വാ. എന്താ സർ വേണ്ടത്? ഹാഫ് സാരി. ഹാഫ് സാരി ആരും ഇപ്പോ അധികം ഉപയോഗിക്കാറില്ല സർ. അതുകൊണ്ട് കളക്ഷൻസ് കുറവാ. സാരി നോക്കിക്കൂടെ? അവള് ഹാഫ് സാരി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വരൂ.
ഇതൊക്കെ ഇപ്പോഴത്തെ കളക്ഷൻസാ സർ. ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? വേറെ ഇല്ലേ? ആർക്കാ ഹാഫ് സാരി? സാറിന്റെ വൈഫിനാണോ? വൈഫിനല്ല, വൈഫ് ആയിട്ടില്ല. മനസ്സിലായി. വൈഫ് ആയിട്ടില്ല, പക്ഷെ ഉടനെ വൈഫ് ആകുമെന്ന്. അവൾക്കായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാനാ. ഓ, ഇതൊക്കെ നോക്കൂ സർ. ഇത് നോക്കിയേ, ഇത് നല്ല മെറ്റീരിയലാ സർ. ഡിസൈനും നല്ലതാ. ഇതുപോലെ കൂടുതൽ ഡിസൈനുകളൊന്നും വേണ്ട. ഭാര്യയാകാൻ പോകുന്ന കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇതുപോലുള്ളതൊക്കെ കൊടുക്കണം സർ. എനിക്കിഷ്ടമായി, പക്ഷേ ഇതുപോലെയുള്ളതൊന്നും അവൾ ഉടുത്ത് കണ്ടിട്ടില്ല. അവൾക്ക് സിമ്പിളായി ഇഷ്ടം. ഓ, അവൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ട ഞാൻ സെലക്ട് ചെയ്യാം. അത് സാറ് പറഞ്ഞത് ശരിയാ. ഏത് കളറാ വേണ്ടേ? കളറ് സാർ ഇതൊന്നും നോക്കൂ. ഈ കളർ അവൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഓ, ആ കുട്ടി ഉടുക്കുന്ന ഡ്രസ്സിന്റെ കളർ വരെ സാറിന് ഓർമ്മയുണ്ടല്ലേ? അതിന് സാറെന്തിനാ ചമ്മുന്നേ? സ്നേഹിക്കുന്ന പെൺകുട്ടി വെച്ച പൊട്ടിന്റെ ഡിസൈൻ വരെ ഓർത്തു വെക്കുന്ന ചേട്ടന്മാരെ എനിക്കറിയാം. ഇഷ്ടമെന്ന് പറഞ്ഞ അങ്ങനെയായിരിക്കണം. ഇത് മതി. ഈ കളർ അവൾക്ക് നന്നായിട്ട് ചേരും. ഓക്കെ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ ആ, വരാം. ശരി സർ. ഇതൊന്ന് മാറ്റി വെച്ചേക്കണേ. ആ. എന്താ സർ വേണ്ടത്? ഹാഫ് സാരി. ഡിസൈനും ക്വാളിറ്റി നല്ലതായിരിക്കണം. കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല. സർ, ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. ആ, ഇത് പാർവതിക്ക് നന്നായി ചേരും. വേണ്ട സർ. ദാ, ഇത് നല്ലതാ. പാർവതിയുടെ നിറത്തിന് മാച്ചാ. വേണ്ട സർ. ഇതൊന്നും പാർവതിക്ക് ഇഷ്ടമായില്ലേ? അയ്യോ, ഇഷ്ടായി. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്. വിലയൊന്നും പാർവതി നോക്കണ്ട. അതല്ല സർ, ഇത്രയും നല്ലതൊടുത്ത് ശീലിച്ച പിന്നെ ഇതേ പിടിക്കൂ. നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ കടയിൽ പോവാം സർ. പാർവതി എന്നെ ഇൻസൾട്ട് ചെയ്യാ? അയ്യോ അല്ല സർ. പാർവതി ഇതിൽ നിന്നൊന്ന് എടുത്തേ പറ്റൂ. ഒന്നോ രണ്ടോ എത്രയായാലും കുഴപ്പമില്ല. ഒന്ന് മതി. ഏതാ വേണ്ടെന്ന് വെച്ചെടുത്തോ. അതൊന്നെടുത്തരോ?